ഈ പ്രൗഢമായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് മാസ്റ്റർ അവരുടെ, വേദിയിൽ സന്നിഹിതരായ അബ്ദുൽ ഗഫൂർ ഹാജി, മറ്റു ഈ പ്രദേശത്തെ കാരണവന്മാരെ, യുവജന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ഇതിന്റെ സംഘാടകർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ വിശദീകരിക്കുന്ന വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു സദുദ്യമത്തിലാണ് നമ്മൾ സന്നിഹിതരായത്. വർത്തമാനകാല മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ സമസ്തയെന്ന കേരളത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ദൈക്ഷണിക മുന്നേറ്റം നിർവഹിച്ച പണ്ഡിത സഭയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അഭിമാനപൂർവം നാം പറയാറുണ്ട് കേരളീയ മുസ്ലിം മോഡൽ. കേരളീയ മുസ്ലിം മാതൃക എന്ന വിവക്ഷയിൽ നാം പരാമർശിക്കുന്ന ഈ പദപ്രയോഗം പ്രാസ്ഥാനികമായ സംഘടനാ സംവിധാനത്തിന് വേണ്ടി പറയുന്നതാണോ എന്ന് സംശയിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ പലപ്പോഴായി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ വ്യതിരിക്തതയും ലോകത്തെ ഇതര പ്രദേശങ്ങളിലെ ഇസ്ലാമിക സമൂഹവുമായി തുലനം ചെയ്യുമ്പോൾ നാം നേടിയ നേട്ടങ്ങളും നാം പ്രകടിപ്പിക്കുന്ന മാതൃകാപരമായ നമ്മുടെ തീരുമാനങ്ങളുമൊക്കെ തന്നെ നമ്മുടെ നാട് എന്തുകൊണ്ടും കേരളീയ മുസ്ലിം മോഡലാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിന്റെ സവിശേഷത അല്ലെങ്കിൽ കേരളത്തിന്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സവിശേഷത, കേരളത്തിന്റെ സവിശേഷത, വിവിധ മതവിഭാഗങ്ങൾ സൗഹൃദത്തോടെ വർത്തിക്കുകയും എല്ലാ ആളുകളും പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കേരളത്തിന് പുറത്ത് അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തനി വർഗീയത പ്രചരിപ്പിക്കുന്നവരും അത് പ്രകടിപ്പിക്കുന്നവർ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ ശബ്ദം നേർത്തു പോകുകയും ദേശീയ തലത്തിലെ ആശയത്തെ പോലും പ്രാദേശികമായി അവർ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നത് നമ്മുടെ നാടിന്റെ പ്രത്യേകത. മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന യുപിയിലെ 6 മാസങ്ങൾക്കപ്പുറം തന്റെ വീട്ടിൽ മാംസം സൂക്ഷിച്ചതിന്റെ പേരിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട വന്യവയോധികൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ സൂക്ഷിച്ചത് ഗോമാംസമായിരുന്നില്ല, ആട്ടിൻ മാംസമായിരുന്നു എന്നാണ് നേരത്തെ ഫോറൻസിക് റിപ്പോർട്ട് വന്നത്. എന്നാൽ ഈ ആഴ്ചയിൽ വന്ന വാർത്ത പ്രകാരം അത് വീണ്ടും ഗോമാംസമായി മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. മുഹമ്മദ് അഖ്ലാഖിനെ അതിദാരുണമായി കൊല ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കൊലപാതകം ഇന്ത്യയിൽ വലിയ വാഗ്വാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വിധേയമായി. അതിനെ തുടർന്ന് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തുടങ്ങി കശ്മീരിൽ വരെ ബീഫുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളുണ്ടായി. കശ്മീർ നിയമസഭയിൽ അതിന്റെ ജനാധിപത്യത്തിന് ശ്രീകോവിലിൽ പട്ടിയെ തല്ലും പോലെ ഒരു മുസ്ലിം നിയമസഭാ സാമാജികൻ അടിച്ചു വീഴ്ത്തി ബീഫിന്റെ പേരിൽ. ഇന്ത്യൻ പാർലമെന്റിൽ
യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ബിജെപിയുടെ എംപിമാർ വളരെ വഷളത്വമാകുന്ന ഭാഷയിൽ ആ വിഷയത്തിൽ സംസാരിച്ചു. അങ്ങനെ ഇന്ത്യ ആ വിഷയത്തിൽ തിളച്ചു മറഞ്ഞ സമയത്ത് നമ്മുടെ കേരളക്കരയിൽ ബിജെപി പറഞ്ഞത് ബീഫ് നിരോധിക്കണമെന്ന് കേരള ഘടകം ബിജെപിക്ക് അവകാശവാദം ഇല്ല എന്ന്. ശ്രീ ശ്രീധരൻപിള്ള സാർ അങ്ങനെ പറഞ്ഞിരുന്നു, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, അപ്പോഴത്തെ ബിജെപിയുടെ പ്രസിഡന്റ് വി മുരളീധരൻ പോലും അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? നോർത്ത് ഇന്ത്യയിൽ ബിജെപി എടുക്കുന്ന നിലപാടുകൾ കടുത്ത മുസ്ലിം വിരുദ്ധതയാണെങ്കിൽ കേരളക്കരയിലേക്ക് വരുമ്പോൾ അവരെ നിലപാടുകൾ പോലും നേർത്തു പോകുകയാണ്. അതിന് കാരണം കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ പേടിച്ചിട്ടൊന്നല്ല. അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള ഒരു മുസ്ലിം ജനസംഖ്യ നമ്മുടെ നാട്ടിലില്ലല്ലോ. 25 കോടിയോളം ഇന്ത്യൻ മുസൽമാന്മാരിൽ 90 ലക്ഷത്തിനടുത്താണ് കേരളീയ മുസ്ലിം ജനസംഖ്യ. 24 കോടി 10 ലക്ഷം മുസ്ലിങ്ങൾ അപ്പുറത്താവുള്ളത്. കോടിക്കണക്കിന് മുസ്ലിങ്ങളുള്ളിടത്ത് അതിശക്തമായ ഇസ്ലാമിക വിരുദ്ധത പ്രകടിപ്പിക്കുന്നവർ പോലും കേരളക്കരയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഭാഷ താർത്തു പോകുന്നത് മുസ്ലിം ജനസഞ്ചയത്തിന്റെ ശക്തി കണ്ടിട്ടോ അവരെ കണ്ട് പേടിച്ചിട്ടോ അല്ല. മറിച്ച് കേരളത്തിന്റെ പൊതുമണ്ഡലത്തോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് അത് പറയാൻ കഴിയില്ല എന്നതാണ്. ഈ കേരളീയ പൊതുബോധത്തെ, കേരളത്തിന്റെ സാംസ്കാരികവും ദൈക്ഷണികവും സൗഹൃദപരവുമായ ഈ സമീപനത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അജയ്യമായ പണ്ഡിത സഭയാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ശുദ്ധ ഇസ്ലാം നമ്മുടെ നാട്ടിൽ കടന്നു വന്ന അന്ന് മുതൽ ഇസ്ലാമിക സമൂഹത്തിന് അതാതു കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയ മഹാരഥന്മാർ, അവർ സ്വീകരിച്ച നിലപാടുകൾ, അവരെ കേരളക്കര ആദരിച്ചതും ബഹുമാനിച്ചതും അതുവഴി വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ആക്കം കൂട്ടുകയും കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ മുസ്ലിം സമൂഹം സജീവമാവുകയും ചെയ്തു. അതിന് തുടർച്ചയാണ് സമസ്ത എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും പറയുന്നത് പോലെ പുണ്യ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ദീൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. സ്വഹാബത്താണ് നമ്മുടെ നാട്ടിൽ ദീൻ കൊണ്ടുവന്നത്. അവരെ കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട് ദീൻ പഠിച്ചത്. അവർ നമ്മുടെ നാട്ടിൽ പള്ളികൾ സ്ഥാപിക്കുകയും ആ പള്ളികളിലൂടെ ദർസുകൾ രൂപപ്പെടുകയും ഉന്നത ശീർഷരായ ഉലമാക്കൾക്ക് ആ ദർസ് ജന്മം നൽകുകയും ചെയ്യും. വിശ്വത്തോളം വളർന്ന മഹാപണ്ഡിതന്മാരെ മലയാളക്കര സംഭാവന ചെയ്തിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ എന്ന വിശ്വപ്രസിദ്ധമായ കർമ്മശാസ്ത്ര വീതിയിലെ കിതാബ്. ഫത്ഹുൽ മുഈൻ വിശ്വപ്രസിദ്ധമാണ്. ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനം ഇആനത്തുൽ താലിബീൻ. ഇആനത്തുൽ താലിബീൻ എന്ന വ്യാഖ്യാനം എഴുതിയത് അറബ് പണ്ഡിതനാണ്, അസയ്യിദ് ബക്കരി റഹിമഹുല്ലാഹ്. വിസ്തൃതരായ അറബ് പണ്ഡിതന്മാർ വ്യാഖ്യാനം എഴുതാൻ മാത്രം രചനാ പാടവത്വമുള്ള കിതാബുകളെ ഇസ്ലാമിക ലോകത്തേക്ക് സംഭാവന ചെയ്തതാണ് കേരളം എന്ന് പറയുന്നത്. ജാമിഉൽ അസ്ഹറിൽ പോലും ഫത്ഹുൽ മുഈൻ അവിടുത്തെ പാഠ്യ പദ്ധതിയിൽ സിലബസിലുണ്ട്. ഇതുപോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിനെ ശക്തമായി പ്രചരിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തെയും അതിന്റെ സാംസ്കാരിക തലങ്ങളെയും കേരളത്തിന്റെ പൊതുബോധത്തെയും അവർ വളർത്തിയിട്ടുണ്ട്. തുഫത്തുൽ മുജാഹിദീൻ നിങ്ങൾ തുഫത്തുൽ മുജാഹിദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയതാണ്. ഫത്ഹുൽ മുഈൻ എഴുതിയ കൈകൾ കൊണ്ട് തന്നെയാണ് തുഫത്തുൽ മുജാഹിദീനും എഴുതുന്നത്. തുഫത്തുൽ മുജാഹിദിന്റെ ഇതിവൃത്തം, അതിലെ പരാമർശ വിഷയം കേരളമാണ്, കേരളത്തിന്റെ ചരിത്രമാണ്. മുസ്ലിങ്ങളെ പറ്റിയും ഹിന്ദു സഹോദരന്മാരെ പറ്റിയും ഇവിടുത്തെ വിവിധ ആചാര രീതികൾ, വേഷവും ഭാഷയും, ഇവിടുത്തെ ഉത്സവങ്ങളും തിറയും അമ്പലവും കാവും, അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തെ, കേരളത്തിന്റെ പൊതുവായ ചരിത്രത്തെ കൃത്യമായി രേഖപ്പെടുത്തി തുഫത്തുൽ മുജാഹിദീനാണ്. തുഫത്തുൽ മുജാഹിദാണ് കേരളത്തിന്റെ ആധികാരിക ചരിത്ര രേഖ. ആ ചരിത്ര രേഖയിൽ നിന്നാണ് കേരളം പിന്നെ ചരിത്രത്തെ നിർമ്മിക്കുന്നത്. പിന്നീട് ലോഗൺ സാഹിബ് മലബാർ മാന്വൽ എഴുതി. മലബാർ മാന്വൽ ലോഗൺ സാഹിബ് എഴുതുമ്പോൾ മലബാർ മാന്വൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ശാസ്ത്രീയമായ ചരിത്ര പഠനം മലബാർ കലക്ടർ എന്ന ലോഗൺ സാഹിബ് നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് റഫറൻസായി ലഭിച്ചത് തുഫത്തുൽ മുജാഹിദീനാണ്. തുഫത്തുൽ മുജാഹിദീൻ എഴുതി വെച്ചത് മഖ്ദൂം തങ്ങളാണ്. അപ്പൊ ഇത് കേരളത്തിന്റെ തുടർച്ചയാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ,
സ്വഹാബത്ത് മുതൽ സമസ്ത രൂപീകൃതമാകുന്ന കാലഘട്ടം വരെ വിവിധ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ച മഹാപണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയും പൊതുസമൂഹത്തിന്റെ വിഷയത്തിൽ ഇടപെടുകയും കേരളക്കരയെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോവുകയും സമസ്ത രൂപീകൃതമായ പശ്ചാത്തലം ഞാൻ കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 926 സമസ്ത രൂപീകൃതമാകുന്നത്. സമസ്ത ഉണ്ടാക്കാൻ ആ കാലഘട്ടത്തിൽ ഉലമാക്കളെ പ്രേരിപ്പിച്ചത് സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്ന ഉദ്ദേശമാണ്. സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ പരമ്പരാഗതമായി മുസ്ലിം സമൂഹം കേരളക്കരയിൽ വിശ്വസിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും വരുന്ന ഇസ്ലാമിക രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശം ചെയ്തു. ആരെയാണ് അവർ ചോദ്യം ചെയ്തത്? മഹാത്മാക്കളായ പണ്ഡിതന്മാരെ. മഖ്ദൂം തങ്ങളെ പോലെയുള്ള നിരവധി കിതാബുകൾ ഉണ്ടാക്കുകയും ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകുകയും ചെയ്ത മലബാറിന്റെ മക്ക എന്ന് വിളിക്കപ്പെടുന്ന പൊന്നാനി സ്ഥാപിച്ചെടുത്ത മഹാപണ്ഡിതന്മാർ അവർ നമ്മുടെ കേരളക്കരയിൽ പഠിപ്പിച്ച മൗലിദുകളെ ചോദ്യം ചെയ്തു, മാലകളെ ചോദ്യം ചെയ്തു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ബിദ്അത്തിന്റെ പ്രചാരകർ കടന്നു വന്നത്. ബിദ്അത്തിന്റെ പ്രചാരകർ കടന്നു വന്ന ആ കാലഘട്ടം സമസ്തയുടെ ഉത്ഭവത്തെപ്പറ്റിയും ആ കാലഘട്ടത്തിൽ സമസ്തയുടെ സ്ഥാപക നേതാക്കന്മാർ സമസ്തയെ സമൂഹത്തിൽ പഠിപ്പിക്കാൻ അവർ എത്രമാത്രം ത്യാഗം ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട്? മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നത് ബിദ്അത്തിന്റെ പ്രചാരകരായി നമ്മുടെ നാട്ടിൽ കടന്നു വന്ന ആളുകൾ അവരെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ എം മൗലവിയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം. മറ്റൊന്ന് വക്കം മൗലവി സാഹബാണ്. കെ എം മൗലവി അദ്ദേഹത്തെപ്പറ്റി ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് സമസ്തയുടെ സ്മരണികയിൽ എഴുതിയത് മലബാർ കണ്ട അനുഗ്രഹീത പ്രഭാഷകനായിരുന്നു എന്നാണ്. വലിയ പ്രഭാഷകനായിരുന്നു കെ എം മൗലവി. വക്കം മൗലവി സാഹിബിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ആ പത്രത്തിൽ സേവനം ചെയ്ത ആളാണ് രാമകൃഷ്ണപിള്ള. അദ്ദേഹം പിന്നീട് സ്വദേശാഭിമാനി എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പത്രം സ്ഥാപിച്ചത് അതിന്റെ സ്ഥാപകൻ, അതിന്റെ ഉടമസ്ഥാവകാശം വക്കം മൗലവി സാഹിബിനാണ്. എന്നാൽ ഈ കെ മൗലവിയെ പോലെയുള്ള ആളുകൾ അന്നത്തെ 920 ആ കാലഘട്ടത്തിൽ അവർ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയും സമൂഹത്തിൽ അവർ ഇടപെടുകയും ചെയ്ത ആളുകളാണ്. നേരത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപെടുകയും പല മഹല്ലത്തുകളിലും ഖാദിമാരായി, ഖത്തീബുമാരായി, മുദ്ദസ്സുമാരായി സേവനം ചെയ്ത ആളുകളാണ്. നമുക്കറിയാം, ഒരു മഹല്ലത്തിലെ ഒരു ഖത്തീബിന്റെ സ്വാധീനം, ഒരു മുദദ്ദിസിന്റെ സ്വാധീനം, ഒരു ഉസ്താദിന്റെ സ്വാധീനം. അദ്ദേഹത്തെ ആളുകൾ ബഹുമാനിക്കും, അദ്ദേഹത്തോട് ആളുകൾക്ക് വലിയ താല്പര്യമായിരിക്കും. അതുകൊണ്ടൊരു മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ പണ്ഡിതന്റെ ആശയത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് സൗകര്യമായിരിക്കും. അതുകൊണ്ട് 920കളിൽ മുസ്ലിം സമൂഹത്തിന് പല പ്രദേശങ്ങളിലും നേതൃത്വം കൊടുത്തിരുന്ന പണ്ഡിതന്മാരിൽ ചിലർ ബിദ്അത്തിന്റെ പ്രചാരകരായി മാറിയപ്പോൾ ബിദ്അത്തിന്റെ പ്രചാരണം അവർക്ക് എളുപ്പമായി മാറും. കാരണം അവരെ സമൂഹം അങ്ങനെയാണ് കാണുന്നത്. 926 സമസ്ത രൂപീകൃതമായ കാലഘട്ടത്തിൽ ഏതൊരു പ്രതിസന്ധിയെ സമസ്ത അതിജയിച്ചുവോ അതേ സമാനമായ ഒരു പ്രതിസന്ധിയാണ് 989 ഉണ്ടായത്. അത് വഴിയെ ഇവിടെ വിശദീകരിക്കും. 989 ഞാനത് കൂടുതൽ പറയുകയാണ്. 989 കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടു. മാറ്റി നിർത്തുമ്പോൾ 89ന്റെ പശ്ചാത്തലം നോക്കൂ നിങ്ങൾ. സമസ്തയുടെ അഡ്രസ്സിൽ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ഏകദേശം എല്ലാ പ്രസിദ്ധീകരണങ്ങളും കാന്തപുരത്തിന്റെ കൈവശത്തിൽ. അൽ മുബാറക്, മുസ്തഫൽ ഫൈദിയാണെങ്കിലും അത് കാന്തപുരത്തിന്റെ കൂടെയായിരുന്നു. റിസാല, സുന്നി വോയിസ്, അൽ ഇർഫാൻ, പൂങ്കാവനം തുടങ്ങി അന്ന് സമസ്തക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകൃതമായ പ്രസിദ്ധീകരണം പേജുകൾ കാന്തപുരത്തിന്റെ കൂടെ. കാന്തപുരം സമർത്ഥമായി സംഘടന സമസ്തക്കകത്ത്
പ്രവർത്തിക്കുകയും തന്റെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നേരത്തെ തന്നെ അധ്വാനിക്കുകയും ചെയ്തതുകൊണ്ട് ചെറുപ്പക്കാരായ പല പ്രഭാഷകന്മാരെയും സംഘാടകരെയും കൂടെ നിർത്താൻ സാധിച്ചതുകൊണ്ട് സമസ്തയിൽ 89 പ്രശ്നമുണ്ടാക്കുന്ന ആ സമയത്ത് ചെറുപ്പക്കാരായ പ്രഭാഷകന്മാർ ഒട്ടുമുക്കാലും ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. ഇപ്പോൾ അവർ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലെങ്കിലും എന്നാൽ അവരൊക്കെ ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. കക്കാട് മുഹമ്മദ് ഫൈലിയെ പോലെ, കെ റഹ്മാൻ ഫൈലിയെ പോലെ. ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. ഇവിടെ സമസ്ത നോക്കൂ നിങ്ങൾ, സ്റ്റേജും പേജും കൈയടക്കിയിട്ടാണ് സമസ്തയെ തകർക്കാൻ അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്. സമസ്തയുടെ വേദിയിൽ പ്രവർത്തിച്ച ഒരാൾ, പല മഹല്ലത്തിലും ഖത്തീബുമാരായി, ഖാദിമാരായി, മുദരിസുമാരായി സേവനം ചെയ്യുന്ന ആളുകൾ, അവർ സമസ്തയുടെ ആശയത്തെയും അതിന്റെ സ്ഥാപിത ലക്ഷ്യത്തെയും തകർത്ത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി സമസ്തയിൽ വിഷയമുണ്ടാക്കുമ്പോൾ 926 അതുപോലെ തന്നെയാണ്. 920കളിൽ മഹല്ലത്തിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ, മുസ്ലിം സമൂഹം വിശ്വാസപൂർവ്വം അവരെ വിഷയത്തിന് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ, അവരാണ് ബിദ്അത്തിന്റെ പ്രചാരകരായി നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നത്. ബിദ്അത്തിന്റെ പ്രചാരകരായിട്ട് അവർ കടന്നു വരുമ്പോൾ സമസ്ത എന്ന് പറയുന്ന മഹിതമായ പണ്ഡിത സഭ അത് രൂപകൽപ്പന ചെയ്തുകൊണ്ട് അതിന്റെ പൂർവ്വസൂരികളാകുന്ന ഉലമാക്കൾ സമൂഹത്തിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ അവരിൽ പ്രഭാഷകർ കുറവായിരുന്നു, എഴുത്തുകാർ കുറവായിരുന്നു, സംഘാടകർ കുറവായിരുന്നു. എഴുത്തുകാരും പ്രഭാഷകരും സംഘാടകരും കുറവാണ്. പക്ഷേ ആ സ്വാത്വികരായ ആലിമീങ്ങളെ സമൂഹം അത്രമേൽ വിശ്വസിച്ചിരുന്നു. കാരണം ഇസ്ലാം നമ്മുടെ നാട്ടിൽ വളർന്നു പന്തലിച്ചത് ഗിരിപ്രഭാഷണങ്ങളിലൂടെയല്ല, മികവുറ്റ സംഘാടനത്തിലൂടെയല്ല. ഇസ്ലാമിക ദഅവത്ത് ആ കാലഘട്ടത്തിലെ പുണ്യാത്മാക്കൾ നിർവഹിച്ചത് സംഘാടനത്തിന്റെ മികവിലോ പ്രഭാഷണത്തിന്റെ ചാതുരിയിലോ അല്ലെങ്കിൽ ഇസ്ലാമിനെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചതുകൊണ്ടോ അല്ല, അവരിൽ സമൂഹം വിശ്വസിച്ചതുകൊണ്ടാണ്. എങ്ങനെ വിശ്വസിച്ചു? അവർ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നതുകൊണ്ട്. സമൂഹത്തെ അലട്ടുന്ന നിരവധി സംഘർഷങ്ങൾക്ക്, അത് ശാരീരികമാവാം, മാനസികമാവാം, വൈയക്തികമാവാം, കുടുംബപരമാവാം, ഏതു വിഷയത്തിനും ഈ പുണ്യാത്മാക്കളെ സമീപിച്ച് അവർ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നത് കാണുന്നത് ഇവിടുത്തെ പൊതുസമൂഹമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ പൊതുസമൂഹം, വിവിധ മതസ്ഥരായ ആളുകൾ, തദ്ദേശീയരായ ആളുകൾ അവരെ സങ്കീർണമായ വിഷയത്തിന് ആത്മീയമായി ഇവരെ സമീപിക്കുകയും അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് മഴ പ്രദാനം ചെയ്യട്ടെ. മഴയ്ക്ക് വേണ്ടി നമ്മൾ ഏറെ തേടിയിരുന്നു. എന്നാൽ നേരത്തെ നമ്മുടെ നാട്ടിൽ മഴയ്ക്ക് ക്ഷാമമുണ്ടാകുമ്പോൾ റഈസുൽ മുഹ്ദിഖീനും കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ കൊണ്ടുവരും. മഹാനവറുകൾ ദുആ ചെയ്യും. അവർ ദുആ ചെയ്യുന്നത് പ്രാസനിബദ്ധമായ ശൈലിയിലല്ല, വലിയ ശബ്ദം വെച്ചുകൊണ്ടല്ല. അദ്ദേഹം കുറച്ചേ ദുആ ചെയ്യുകയുള്ളൂ. അത് കുറഞ്ഞ വാക്കുകൾ. ആ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് യാ ബദൂദ് യാ ബദൂദ് എന്ന് മഹാനുഭാവന്റെ ശൈലിയിൽ ദുആ ചെയ്താൽ നമുക്ക് മഴ കിട്ടുകയാണ്. എത്രയോ സ്ഥലങ്ങളിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ചിലപ്പോൾ മൃഗങ്ങളെയും കൊണ്ടുവരും. നമ്മുടെ മമ്പാട് ഭാഗത്ത് ഒരിക്കൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ ഈ മൃഗങ്ങൾ, ഈ നാൽക്കാലികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുപോലെ ഈ അഹമ്മദും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഏതാനും ചില വാക്കുകൾ പറഞ്ഞ് ദുആ ചെയ്താൽ മഴ കിട്ടുകയാണ്. സമൂഹം അത് കാണുകയാണ്. കണ്ണിയത്തിന്റെ പ്രഭാഷണമാണോ കണ്ണിയത്തിനെ ജനകീയനാക്കി മാറ്റിയത്? കണ്ണിയത്ത് വഫാത്തായപ്പോൾ റഹിമഹുല്ലാ
മണിക്കൂറെങ്കിലും കിട്ടിയാലേ KC യൂനുസ് അമീൻ SKSFന്റെ ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ പരിപാടി ലോകമൊട്ടാകെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായി ശരിയാപ്പ് പറഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോ യൂനുസ് വൈസി ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. തക്ക പ്രതിഫലം നാഥൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ, ഞാൻ പറഞ്ഞു വന്നത് സമസ്തയെ നമ്മുടെ നാട് സ്വീകരിച്ചു. അതിന്റെ നിലപാടിന്റെ കൂടെ സമൂഹം ഉറച്ചു നിന്നു. രാഷ്ട്രീയമായി വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ആശയപരമായി ആദർശപരമായി സമസ്തയുടെ വാക്താക്കളാണ്. അതിന് കാരണം ഏതു വിഷയത്തിലും സമസ്ത എടുത്ത നിലപാടുകളും തീരുമാനങ്ങളും പ്രാസ്ഥാനികമായ ആശയപരമായ ആദർശപരമായ തീരുമാനങ്ങൾ, വ്യക്തിയാധിഷ്ഠിതമായ തീരുമാനങ്ങൾ വ്യക്തിവിദ്വേഷത്തിന്റെ പേരിലുള്ള നിലപാടുകൾ സമസ്ത ഒരു കാലഘട്ടത്തിലും എടുത്തിട്ടില്ല. സമസ്തയുടെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ കേരളം സ്വീകരിച്ചത് മതജാതി ഭേദമന്യേ അവരിലെ സത്യസന്ധത കൊണ്ട്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അറബിയിലാണ് നമ്മുടെ പള്ളികളിൽ, മഹാഭൂരിപക്ഷം പള്ളികളിലും മലയാളക്കരയിൽ ഖുതുബ നിർവഹിക്കുന്നത്. മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന അപൂർവം ചില പള്ളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പള്ളികളുടെ കാലഗണന എടുത്ത് പരിശോധിച്ചാൽ 5, 10, 50 വർഷത്തിന്റെ പഴക്കമേ ഉണ്ടാവുകയുള്ളൂ. പല മഹല്ലത്തുകളിലും അതിപുരാതനമായ മസ്ജിദുകൾ നിലനിൽക്കുന്നുണ്ട്. 500, 700, 800, 1000 വർഷമുള്ള പഴക്കമുള്ള പള്ളികൾ കുഗ്രാമങ്ങളിൽ പോലും. 1000 വർഷമുള്ള ഒരു പള്ളി ഒരു കുഗ്രാമത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട്. ഞാൻ അങ്ങനെ അതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇടത്ത്, ഒരു സ്ഥലത്ത് ആ 1000 വർഷത്തിന്റെ പഴക്കമുള്ള പള്ളി മിമ്പറിൽ ശുദ്ധമായ അറബ് ഭാഷയിൽ ഖുതുബ നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ തന്നെ 5, 10 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു പള്ളി ആ മിമ്പറിൽ മലയാളത്തിലാണ് ഖുതുബ. ഏതാണ് ശരി എന്നതിന് കൂടുതൽ തെളിവ് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു ജുമുഅ ഒരു സ്ഥലത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ, ഒരു പള്ളി ഒരു പ്രദേശത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ ആ പള്ളിയിലെ ആരാധനാ കർമ്മങ്ങൾ ഏതു രീതിയിലാണ് അവിടെ സ്ഥാപിക്കുക? അവിടെ കമ്മിറ്റി ചേർന്നിട്ട് അവർ ഒരു രൂപമുണ്ടാക്കുകയാണോ ചെയ്യുക? ഒരു പള്ളി കമ്മിറ്റി, ഒരു മഹല്ല് ജമാഅത്തിന്റെ കമ്മിറ്റി ചേർന്ന് ആ കമ്മിറ്റി ചർച്ച ചെയ്യുകയാണോ ഇവിടെ ഇന്ന രീതിയിൽ ആണ് എന്ന്? എന്ത് അർഹതയാണ് അങ്ങനെ ആ കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാനുള്ളത്? ഷറഇൽ ഷാരിഇനാണല്ലോ അധികാരം.
കമ്മിറ്റികൾക്കോ വ്യക്തികൾക്കോ ശറഇൽ എന്ത് അധികാരമാണുള്ളത്? അപ്പൊ ശറഅ എന്ന് പറയുന്ന അള്ളാഹു നിയമമാക്കി പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പഠിപ്പിച്ച ദീൻ, ആ ദീൻ ഒരു നാട്ടിൽ സ്ഥാപിതമാകുമ്പോൾ എവിടെ നിന്നാണോ അവർ ആ ദീൻ പഠിച്ചത്, ആ രീതിയാണ് നാട്ടിൽ സ്ഥാപിതമാവുക. അപ്പൊ ഒരു മഹല്ലത്തിൽ 200 വർഷത്തിന്റെ പഴക്കമുള്ള ഒരു പള്ളിയിൽ അവിടെ ദീനീപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഏതൊരു മസ്ജിദിൽ നിന്ന് അവർ പിരിഞ്ഞു പോന്നോ ആ മസ്ജിദിന്റെ രീതിയാണ്. അങ്ങനെ വരുമ്പോൾ മലബാറിലെ മസ്ജിദുകൾ, മഹല്ലുകൾ, മുസ്ലിം മഹല്ല് ജമാഅത്തുകൾ, ആ മഹല്ല് ജമാഅത്തിൽ തുടർന്നു വരുന്ന ആരാധനാ രീതികൾ എവിടെ നിന്നാണ് കടന്നു വന്നത്? നേരത്തെ സ്ഥാപിതമായ പള്ളികളിൽ നിന്ന്. നേരത്തെ സ്ഥാപിതമായ പള്ളികൾ 10 പരം നമ്മുടെ നാട്ടിലുണ്ട്. ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളിയടക്കം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2 മാസങ്ങൾക്കപ്പുറം സൗദി അറേബ്യ സന്ദർശിച്ചു. സൗദി അറേബ്യയിൽ അദ്ദേഹം പോയപ്പോൾ അവിടുത്തെ രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസിന് സംഭാവനയായി ഇന്ത്യൻ പ്രധാനമന്ത്രി കൊണ്ടുപോയത് നമ്മുടെ കേരളക്കരയിലെ ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളിയുടെ സ്വർണ്ണാകൃതമായ ഒരു മോഡലാണ്. അത് കൊണ്ടുപോകാൻ എന്താ കാരണം? അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1ാമത്തെ പള്ളി എന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 1ാമത്തെ പള്ളി. ആ പള്ളി മിമ്പർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഏതാണ്? അപ്പോൾ സ്വഹാബത്ത് സ്ഥാപിച്ച പള്ളികളിൽ നിന്ന് അവർ ദീൻ പഠിപ്പിച്ചു കൊടുത്ത അതേ രീതിയിൽ അവിടെ നിന്ന് ഇസ്ലാം പരന്നപ്പോൾ, ഇസ്ലാം വ്യാപിച്ചപ്പോൾ, വ്യാപിച്ച പ്രദേശങ്ങളിൽ അതേ ദീൻ കടന്നുവരികയും അത് ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിൽ സമസ്ത നേതൃത്വം കൊടുത്തുകൊണ്ട് തുടർന്നു വരികയും ചെയ്യും. എന്നാൽ ഇവിടെ മലയാളത്തിൽ ഖുത്ബ ഓതുന്ന ആളുകളോ അവർ മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കാൻ എടുത്ത തീരുമാനമോ അത് പ്രാസ്ഥാനികമാണ്, പ്രാസ്ഥാനിക തീരുമാനമാണ്. അവരുടെ യോഗം ചേർന്നുകൊണ്ട് അവർ ആ യോഗത്തിലെടുത്ത പ്രമേയമാണ് തൊഴിലിനു ഹാദിഹിൽ ജംഅിയ്യ എന്ന് തുടങ്ങുന്ന അറബി ഭാഷയിലുള്ള പ്രമേയം പറയുന്നത് ഈ പ്രസ്ഥാനം, ഈ യോഗം കേരളക്കരയിലെ മുസ്ലിങ്ങളോടും ഇവിടുത്തെ ഖതീബുമാരോടും ഇവിടുത്തെ മുതവല്ലിമാരോടും ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ്. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുത്ബ നിർവഹിക്കണമെന്ന് ഒരു യോഗം തീരുമാനമെടുക്കുകയാണ്. ആ യോഗത്തിന് അങ്ങനെ തീരുമാനമെടുക്കാൻ അർഹതയുണ്ടോ? ഏതെങ്കിലും കമ്മിറ്റിയോ പ്രസ്ഥാനമോ യോഗമോ ആളുകളാണോ ഇസ്ലാമിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്? പുണ്യ സ്വഹാബത്ത് പഠിപ്പിച്ചത്, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, പുണ്യ സ്വഹാബത്തിന് സ്വഹാബത്തിൽ നാട്ടിൽ പഠിപ്പിച്ചതല്ലേ ദീൻ. അതിനാ സമസ്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സമസ്ത സ്വീകരിക്കപ്പെടുന്നത്, അതിന്റെ ആലിമീങ്ങൾ അംഗീകരിക്കപ്പെടുന്നത്. വ്യക്തിപരമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ ഇന്നുവരെ സമൂഹത്തിൽ സമസ്ത ഒരു തീരുമാനവും എടുത്തിട്ടില്ല. വളരെ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീൻ എന്തു പറയുന്നു എന്നതാണ് സമസ്തയുടെ തീരുമാനം. അതുകൊണ്ടാണ് സമസ്ത സ്വീകരിക്കപ്പെട്ടത്, അതിന്റെ ഉലമാക്കൾ അംഗീകരിക്കപ്പെട്ടത്. ഇന്ന് സമസ്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാപണ്ഡിതൻ ജാമിഅ നൂരിയ അറബിയയിലെ വന്യരായ ഉസ്താദ് കൂടിയായ കുമരമുത്തൂർ മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവർക്ക് ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. കേരളം ആദരിക്കുന്ന പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ വഫാത്തായി. അവര് പ്രസിഡന്റായി തെരഞ്ഞെടുത്തപ്പോൾ കോയക്കുട്ടി ഉസ്താദിന്റെ ആനക്കര എന്ന തന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന് സ്വീകരണം ഏർപ്പെടുത്തി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വകയിലുള്ള സ്വീകരണം. ആ സ്വീകരണം അവിടെ സംഘടിപ്പിച്ചപ്പോൾ ആ സ്വീകരണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി അവിടെ നിയുക്തനായത് ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹമാണ് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പാടത്ത് സംഘടിപ്പിച്ച വന്യരായ കോയക്കുട്ടി ഉസ്താദിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള തന്റെ നാട്ടിലേക്കുള്ള ജന്മനാട്ടിലേക്കുള്ള സ്വീകരണ യോഗത്തിലെ സ്വാഗത പ്രഭാഷകൻ. അദ്ദേഹം എന്ന് പറഞ്ഞത്, സമസ്തയുടെ പ്രസിഡന്റാണ് കോയക്കുട്ടി മുസ്ലിയാർ. നിങ്ങൾ പലർക്കും സംശയമുണ്ടായേക്കാം എന്താണ് ഞാനിവിടെ സ്വാഗതം പറയുന്നത് എന്ന്. സമസ്ത എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിന്റെ സംഘടനയാണ്. പക്ഷേ വന്യരായ കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല. ഈ നാട് ആഭാലവൃത്തം ജനങ്ങൾ മതജാതിഭേദമെന്നെ ആ മഹാമനീഷിയെ ആദരിക്കുക.
അതുകൊണ്ട് അവർക്ക് ലഭിച്ച അംഗീകാരം ഈ നാടിന്റെ അംഗീകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമത്വയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഈയിടെ നമ്മോട് വിട പറഞ്ഞു പോയ ശൈഖുന കോയക്കുട്ടി മുസ്ലിയാർ അവർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു നാടിന്റെ സ്വീകരണം ഏത് നാട്ടിൽ പരിശോധിച്ചാലും അങ്ങനെയാണ്. നമ്മുടെ നാട്ടുകാരനാണ് കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ല. അള്ളാഹു അവരെ കൂടെ നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. കണ്ണിയത്തിന്റെ കൂടെ നടക്കാൻ അവസരം ലഭിച്ച പഴമക്കാരിൽ അപൂർവം ചില ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് കണ്ണിയത്ത് വാഴക്കാട്ടുകൂടെ നടന്നുപോയത്. വാഴക്കാട്ടുകാർക്ക് കണ്ണിയത്ത് ഒരു ചിത്രവും ചരിത്രവുമാണ്. കൃതഹസ്ഥനായ കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുല്ല അവരുടെ ഇടപാടുകൾ, അവരുടെ സഹവർത്തിത്വങ്ങൾ, വാഴക്കാട്ടങ്ങാടിയിലെ പാടവരമ്പത്തുകൂടി കാളപൂട്ട് മത്സരത്തിന്റെ കഥ പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് നടന്നു പോകുമ്പോ ആ കഥ കേട്ട് അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ടാകുന്നത് ഹൈന്ദവ സഹോദരന്മാരാണ്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഹൈന്ദവ സഹോദരന്മാരാണ്. ഇതാണ് കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തെ രൂപപ്പെടുത്തിയത്, ഈ കേരളക്കരയെ നമ്മുടെ നാട്ടിൽ മറ്റു പ്രദേശങ്ങളിൽ, ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെ ഇസ്ലാമിക സമൂഹത്തിന് മാതൃകയാണ് നമ്മൾ വെറുതെ പറയുകയാണ്. വെറുതെ പറയുന്നതല്ല. കേരളം ഏത് കാലഘട്ടത്തിൽ മാതൃകയായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, കോഴിക്കോട്ട് അവിടുത്തെ മാൻഹോളില് നൌഷാദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, 2 തൊഴിലാളികൾ അതിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ അവരെ രക്ഷിക്കാൻ ശ്രമിച്ച് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയപ്പോൾ ദാരുണമായ ആ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, 10 ലക്ഷം രൂപ നൌഷാദിന്റെ കുടുംബത്തിന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, മരിക്കാൻ മുസൽമാനായിട്ട് മരിക്കണം എന്നു മാത്രമല്ല, നൌഷാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം കൊടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ടും ആ വിഷയത്തെ വർഗീയമായി കണ്ട് മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഒരു പരാമർശം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തി. ആ പരാമർശം വിവാദമായി. 2-3 ദിവസങ്ങൾക്കകം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ താൻ നടത്തിയ പ്രസ്താവന പിൻവലിച്ചു. അദ്ദേഹം ആ വിഷയത്തിൽ ഖേദം രേഖപ്പെടുത്തി. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തെ പേടിച്ചിട്ടല്ല, കേരളത്തിന്റെ പൊതുബോധത്തെ പേടിച്ചതുകൊണ്ട്. കേരളത്തിന്റെ പൊതുബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൊതുബോധത്തിൽ സമത്വ ചെയ്ത ചെലുത്തിയ സ്വാധീനം എന്താണ്? ആ സ്വാധീനമാണ് വിവിധ ജനവിഭാഗങ്ങൾ പരസ്പരം സഹവർത്തിത്വത്തോടെ ഇടപെടുകയും പെരുമാറുകയും മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ നിർണായകമായ ഒരു ശക്തിയായി മാറുകയും ചെയ്തു. ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ കാണാൻ കഴിയില്ല, ഇതുപോലെ മറ്റു പ്രദേശത്ത് കാണാൻ കഴിയില്ല. അതിന്റെ ശക്തിയാണ് നാം ഇവിടെ ഇത്രമേൽ വിശ്വത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കഴിയും, ആ വിഷയത്തെ പറ്റി കൂടെ വിശദമായ ഒരു വിലയിരുത്തലുണ്ടാകും. ആ തെരഞ്ഞെടുപ്പിൽ LDF വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തക്ക് രാഷ്ട്രീയമില്ല. സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്ക് പ്രാസ്ഥാനികമായി രാഷ്ട്രീയമില്ല. അതിലെ വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാമെന്നതാണ് സമസ്തയുടെ കാഴ്ചപ്പാട്. സമസ്തയുടെ പ്രവർത്തകരായി വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായും മലബാറിൽ മുസ്ലിം ലീഗ് മുസ്ലിം സമൂഹത്തിൽ കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗുകാർ സമസ്തയുടെ സംഘാടകരും പ്രവർത്തകരുമായി നിൽക്കുന്നു എന്ന് മാത്രം. എന്നാൽ കോൺഗ്രസുകാർ സമസ്തയിലുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകർ പലതും സമസ്തയുടെ സംഘാടകരായിട്ടുണ്ട്. അതുകൊണ്ട് സമസ്തക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. ഞാൻ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തെപ്പറ്റി, ഇവിടെ സംഭവിച്ച കേരളത്തിന്റെ ഇതുവരെയുള്ള കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചിത്രത്തെപ്പറ്റി കൃത്യമായൊരു അവലോകനം നമ്മൾ നടത്തേണ്ടതാണ്. ഇവിടെ UDF പല മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടു. അങ്ങനെ പരാജയപ്പെട്ടിടത്തൊക്കെ BJP കൂടുതൽ വോട്ടുകൾ നേടി. അവർ നേടിയ വോട്ടുകൾ UDFന്റെ പരാജയത്തിന് പല ഭാഗത്തും കാരണമായി. ഇവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് ആ കാര്യം. ഇവിടെ LDFന്റെ വിജയം രാഷ്ട്രീയമായിട്ട് അവർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്നതാണ്. എന്നാൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയ്ക്ക്
ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഈ വിഷയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് മുസ്ലിം സമൂഹം എന്ന നിലക്ക് ഈ വിഷയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ കരുതലോടെ ആഹ്ലാദം പ്രകടിപ്പിക്കണം. കാരണം കേരളം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും സൗഹൃദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ അവസ്ഥയിലെ ഏറ്റവും മനോഹരമായ ഒരു റോൾ മോഡലാണ്. ആ റോൾ മോഡൽ നിലനിൽക്കുന്നത് മതേതരത്വത്തിന്റെ ശക്തി കൊണ്ടാണ്, മതസൗഹൃദത്തിന്റെ ശക്തി കൊണ്ടാണ്. മതസൗഹൃദത്തിന്റെയും നിരപേക്ഷതയുടെയും ശക്തി നിലനിൽക്കണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് റൈറ്റും ഏകദേശം സന്തുലിതം പാലിക്കണം, തുല്യശക്തികളായി നിൽക്കണം. തുല്യശക്തികളായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം പുലരുക. എന്നാൽ ഒരു ശക്തി ശക്തമായി ക്ഷയിച്ചു പോവുകയും LDF മാത്രം ശക്തിയാർജിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഇന്ന് രണ്ടാം ശക്തിയായി വളർന്നു വരുന്നത് സംഘപരിവാറാണ്. സംഘപരിവാർ ശക്തിയാർജിക്കുമ്പോൾ, BJP ശക്തിയാർജിക്കുമ്പോൾ നാളത്തെ കേരളം, ആ കേരളത്തിന്റെ സ്വഭാവം എന്തായിരിക്കും, ആ കേരളത്തിന്റെ വോട്ട് ചിത്രം എന്തായിരിക്കും, ആ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം എന്തായിരിക്കും, അതിനെപ്പറ്റി ആലോചിക്കാതെ അവർ ശക്തിയാർജിക്കുന്ന വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുബോധത്തെ ആ വിഷയത്തിൽ ഉണർത്തി കേരളത്തിന്റെ പടമയിലേക്ക് കേരളത്തെ തിരിച്ചുകൊണ്ടുവരുന്നതിന് പകരം ഈ വിഷയത്തിൽ പ്രാസ്ഥാനികമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സമസ്ത കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചത്. വ്യക്തികൾക്ക് രാഷ്ട്രീയമാവാം, സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന കാഴ്ചപ്പാടുകൾ നിങ്ങൾ നോക്കൂ. സമസ്തയുടെ കഴിഞ്ഞ കാലഘട്ടം എടുത്തു പരിശോധിച്ചാൽ കൃത്യമായി സമസ്ത അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ 989 കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 3-4 പേരെയും സമസ്ത മാറ്റി നിർത്തി. എന്താണ് മാറ്റി നിർത്താനുണ്ടായ കാരണം? ആ മാറ്റി നിർത്താനുണ്ടായ കാരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നോക്കൂ നിങ്ങൾ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ശരീഅത്ത് ഇഷ്യൂ ആയിരുന്നു. ശരീഅത്ത് ഇഷ്യൂ എന്താണ്? ശരീഅത്ത് ഇഷ്യൂ സുപ്രീം കോടതിയിൽ ഒരു കേസ് അതിന്റെ ക്രോസ് വിസ്താര വേളയിൽ അതിന്റെ വിധി പറഞ്ഞപ്പോൾ YV ചന്ദ്രചൂഡ് എന്ന ജഡ്ജി വരിൽ മുത്തല്ലഖാത്തി മതഉൻ ബിൽ മഅറൂഫി ഹഖ്ഖനൽ മുത്തഖീൻ എന്ന ഖുർആനിക സൂക്തത്തെ ആ ജഡ്ജി വ്യാഖ്യാനിച്ചു. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം, ആ വ്യാഖ്യാനം അദ്ദേഹം ഖുർആനാണെന്ന് വാദിച്ചു. അദ്ദേഹം ആ ആയത്തിന് കൊടുത്ത ആശയത്തെ, അതിന്റെ അർത്ഥത്തെ ഇതാണ് ഖുർആൻ എന്ന് അദ്ദേഹം വിധി പ്രസ്താവം നടത്തി. ആ വിധി പ്രസ്താവത്തിലൂടെ അദ്ദേഹം ജീവനാംശത്തിന്റെ ഒരു വിധി പ്രസ്താവം നടത്തി. വിവാഹമോചിതയായ സ്ത്രീകൾക്ക് അവർക്ക് മത്താഴ് നൽകേണ്ട വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഖുർആനിക സൂക്തം വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജി വിധി പ്രസ്താവം നടത്തി. സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നതിൽ അതിൽ പ്രതിഷേധിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഈ പ്രതിഷേധം ഏതാണ്? നമുക്കിഷ്ടമുള്ള വിധികൾ മാത്രം കോടതിയിൽ ലഭിക്കുക എന്നതല്ല, അല്ലാത്ത വിധികളെല്ലാം നിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുക എന്നതുമല്ല. ഇവിടുത്തെ വിഷയം ഖുർആൻ വ്യാഖ്യാനം കോടതി നിർവഹിച്ചു എന്നതാണ്. ഖുർആൻ വ്യാഖ്യാനിക്കാൻ എന്ത് അധികാരമാണ് കോടതിക്കുള്ളത്? ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് ഖുർആനുമായി ബന്ധപ്പെട്ട മതപണ്ഡിതരാണ്. അതിനെയാണ് മുസ്ലിം സമൂഹം ചോദ്യം ചെയ്തത്. ഈ പരിശുദ്ധ ഖുർആനിക സൂക്തത്തെ വ്യാഖ്യാനിക്കാൻ കോടതിക്ക് അർഹതയില്ല. അത് കോടതിയല്ല വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒന്നിച്ച് ഒരേ ശബ്ദത്തോടെ മുന്നോട്ട് വരാൻ കാരണം. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ തീവ്ര വലതുപക്ഷം BJP അടക്കമുള്ള RSS അടക്കമുള്ള സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷം, ആ വലതുപക്ഷ പാർട്ടികൾ മുസ്ലിങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. മുസ്ലിങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചവരും മുസ്ലിങ്ങൾ അരികുവൽക്കരിക്കപ്പെടേണ്ടവരും പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരും പലപ്പോഴും ഈ നാട് വിട്ട് ഓടിപ്പോവേണ്ടവരാണ് പോലും പ്രസ്താവന നടത്തുന്ന ആളുകളാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ മുസ്ലിങ്ങളോട് പലപ്പോഴും അവർ പറയാറുണ്ട്. അത്രമേൽ മുസ്ലിം വിരോധമാണ് അവർക്കുള്ളത്. ആ മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചു പോന്നിരുന്ന തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം, ആ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിങ്ങളെ ആശയപരമായി അവരെ നേരിടേണ്ടവരാണെന്ന് പറയുന്ന ഒരു ബോധമുണ്ടാക്കി കൊടുത്തത് ശരീഅത്ത് വിവാദ കാലഘട്ടമാണ്. മുസ്ലിങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവര് ബഹിഷ്കരിക്കപ്പെടേണ്ടവരാണ്, അവര് രാജ്യത്തെ രണ്ടാം പൗരന്മാരായി ഗണിക്കപ്പെടേണ്ടവരാണ്.
എന്ന ഹിന്ദുത്വത്തിന്റെ അതിവൈകാരികമായ തീവ്രതയെ ഹിന്ദു സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ, അത് BHP ആവാം, ബജ്രാംഗ് ദളാവാം, RSS ആവാം, BJP ആവാം, അവർക്ക് മുസ്ലിം സമൂഹം ആശയപരമായി എതിർക്കേണ്ടവരാണെന്ന് പറയുന്ന ഒരു ബോധത്തിലേക്കാണ് സഖാവി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശരീഅത്ത് ഇഷ്യൂവിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇസ്ലാം പെണ്ണ് കെട്ടുന്ന മതമാണ്, ഇസ്ലാം മൊഴി ചൊല്ലുന്ന മതമാണ്. അങ്ങനെ ഇസ്ലാമിലെ നിക്കാഹിനെയും ത്വലാഖിനെയും അതിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സ്വത്തിന്റെ വിഹിതത്തെ പോലും കൃത്യമായി എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ താത്വികാചാര്യൻ വിമർശന വിധേയമാക്കുകയും അതുവഴി ഇന്ത്യയിൽ ഒരു ചർച്ച രൂപപ്പെടുകയും ചെയ്തു. ആ ചർച്ച ഇസ്ലാമിക വിരുദ്ധമായ ചർച്ചയായിരുന്നു. എഴുത്തുകാരും മതനിരപേക്ഷത അവകാശപ്പെടുന്ന സാംസ്കാരിക നാടികരും ഇസ്ലാമിനെ ഒരു കാടൻ മതമായി ചിത്രീകരിച്ചു, ഇസ്ലാമിനെ ഒരു പഴഞ്ചൻ മതമായി ചിത്രീകരിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടാനും ഇഷ്ടം പോലെ മൊഴി ചൊല്ലാനുമുള്ള വ്യവസ്ഥയില്ലാത്ത ജാഹിലിയത്തിന്റെ കാടൻ സമ്പ്രദായമാണ് ഇസ്ലാമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചപ്പോൾ നേരത്തെ തന്നെ ഇസ്ലാം വിരുദ്ധത പ്രകടിപ്പിച്ചിരുന്ന ഇവിടുത്തെ സംഘപരിവാർ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് ഇസ്ലാമിക വിരോധം ആശയപരമായി പ്രകടിപ്പിക്കാൻ സൗകര്യമായി. മുസ്ലിങ്ങളോടുള്ള വിരോധം ആശയപരമായി അവരെ എതിർക്കേണ്ടവരാണ്. അവരെ നിലപാടുകൾ തെറ്റാണ്, അവരെ നിലപാടുകൾ ഒരു പുരോഗമന കാലഘട്ടത്തോട് യോജിക്കുന്നതല്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കപ്പെടേണ്ടവരാണെന്ന് പറയുന്ന ഒരു ദൈക്ഷണികമായ ആശയത്തെ ഇന്ത്യയിലെ ഇസ്ലാം വിരുദ്ധരായ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊടുത്തത് എം ശങ്കരൻ നമ്പൂതിരിപ്പാടും അദ്ദേഹത്തിന്റെ പാർട്ടിയും. ഇത് 1989 സജീവമായി. അങ്ങനെ ശരീഅത്ത് ഇഷ്യൂ എന്ന വിഷയമുണ്ടായി. ആ വിഷയം ശക്തമായ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരീഅത്ത് ഇഷ്യൂവിന്റെ വിഷയത്തിൽ ഒന്നിച്ചു നിന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുസ്ലിം സമൂഹത്തിന്റെ ഈ വിഷയത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും സമരമുഖത്ത് വരികയും ചെയ്തു. സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എന്ന് പറയുന്ന അലീമിയ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ, അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം സംഘടിച്ചു, സമരമുഖത്ത് വന്നു. ആ സമരമുഖം തുറന്നപ്പോൾ അതിന്റെ ഭാഗമായി കേരളക്കരയിലും ആ സമരമുണ്ടായി. അലീമിയാൻ കോഴിക്കോട്ട് വന്നു. നദ്വി സാഹബ് ലോ ബോർഡിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ശരീഅത്ത് വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു, സംരക്ഷണ സമ്മേളനം. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ശൈഖുനാ ശംസുൽ ഉലമ വി.കെ. അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവരെ കൂടെ നമുക്ക് സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. അവരായി ആ വേദിയിൽ മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ള എല്ലാ പ്രസ്ഥാനത്തിന്റെയും സ്റ്റേറ്റ് ലീഡർമാരുണ്ടായി, എല്ലാ നേതാക്കന്മാരും ഉണ്ടായി. അന്ന് ശംസുൽ ഉലമ തന്റെ പ്രസംഗം നിർവഹിച്ചു, ഉദ്ഘാടന പ്രഭാഷണം. ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടെ മദ്ഹബുള്ളവരും മദ്ഹബില്ലാത്തവരുമുണ്ട്, അഥവാ മദ്ഹബിൽ വിശ്വസിക്കുന്നവരും മദ്ഹബിൽ വിശ്വസിക്കാത്തവരുമുണ്ട്. മദ്ഹബിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ഉൾക്കൊള്ളുന്ന ഈ വേദി, പക്ഷേ ഈ വേദി ഒന്നിച്ചിവിടെ പറയുന്നത് മുഹമ്മദല്ലോ നിലനിർത്തണം. എന്താണ് മുഹമ്മദല്ലോ? അത് മദ്ഹബിൽ അധിഷ്ഠിതമാണ്. ബ്രിട്ടീഷ് കാലഘട്ടം മുതൽക്കു തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മദ്ഹബ് അനുസരിച്ച് അവരെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഷാഫിഈ മദ്ഹബുകാർക്ക് ഷാഫിഈ മദ്ഹബ് അനുസരിച്ചും ഹനഫി മദ്ഹബുകാർക്ക് അവരെ മദ്ഹബ് അനുസരിച്ചും അങ്ങനെ വിവിധ 4 മദ്ഹബിൽ വിശ്വസിക്കുന്ന ആചാരപരമായി തുടർന്നു വരുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരെ മദ്ഹബ് അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകുന്ന മുഹമ്മദല്ലോ നിലനിർത്തണമെന്നാണ് മദ്ഹബിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും പറയുന്നതെന്നാണ് ശംസുൽ ഉലമ പറഞ്ഞത്. അതിനെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചോദ്യം ചെയ്തത്. അവരതിനെ ചോദ്യം ചെയ്തു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സമത്വയിൽ വിഷയമുണ്ടാക്കിയത്. ഏതാനും ചില ആളുകൾ അദ്ദേഹം കൂടെ കൂട്ടി അതിതീവ്രമായ ഭാഷ ഉപയോഗിച്ചു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവിടെ സമത്വയുടെ ആശയം, സമത്വയുടെ ആദർശം, അതിന്റെ നിലപാടുകൾക്ക് ഭംഗം വന്നിട്ടുണ്ട്. അവാന്തര വിഭാഗങ്ങളുമായി വേദി പങ്കിടുകയും അവരുമായി ബന്ധപ്പെടുകയും അവരുമായി ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്, അത് സുന്നി വിരുദ്ധമാണ് എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അന്ന് പ്രഖ്യാപിച്ചത്. ഏതാനും ചില സുന്നി തീവ്രതയുള്ള ആളുകൾ അത് ശരിയാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ കൂടെ കൂടി. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ ആശയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും
കേരളത്തിലെ വിവിധ വിഷയങ്ങളിൽ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്ന് പല സമരമുഖത്തും കടന്നു വന്നപ്പോൾ അതിന്റെ കൂടെ കാന്തപുരത്തെ നമ്മൾ കാണുകയുണ്ടായി. അത് വിശദീകരിക്കുന്നു എത്രയോ വിഷയങ്ങളിൽ. അപ്പൊ ഏതൊരു വിഷയത്തെയാണോ സമസ്തയിൽ വിഷയമുണ്ടാക്കി അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടത്, സമസ്തയിൽ വിഷയമുണ്ടാക്കിയത്, ആ ഉണ്ടാക്കിയ വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിന് ലീഗ് വിരോധമായി. സമസ്തക്ക് ലീഗിനോട് വിധേയത്വമോ വിരോധമോ ഇല്ല. ലീഗിനോട് വിധേയത്വമോ വിരോധമോ സമസ്തക്കില്ല. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാമെന്നതാണ് സമസ്തയുടെ കാഴ്ചപ്പാട്. എന്നാൽ സമസ്തക്കകത്തു നിന്നുകൊണ്ട് ലീഗ് വിരോധം പ്രകടിപ്പിക്കുകയും സമസ്തയെ ലീഗ് വിരുദ്ധ പ്രസ്ഥാനമാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തെന്നതാണ് രണ്ടാമത്തെ വിഷയം. അതാ രണ്ടാമത്തെ വിഷയം. ഞാൻ ഓർക്കുകയാണ്, 1989 കാന്തപുരം രംഗപ്രവേശം ചെയ്തുകൊണ്ട് നാടുനീളെ വിശദീകരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് എന്റെ നാടിനടുത്ത് മുക്കത്തൊരു വിശദീകരണ സമ്മേളനം, കാന്തപുരം ഉദ്ഘാടനം. അതിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് ബഷീർ ഫൈലി വണ്ണക്കൂട് എന്ന് പറയുന്ന ഒരു മാന്യദേഹം. അതെപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അന്ന് ശ്രീ AK ആന്റണിയുടെ ഒരു പ്രസ്താവന പത്രത്തിലുണ്ടായിരുന്നു. അത് ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായി നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളായിരിക്കും അടുത്ത ലോകത്തെ നയിക്കുക എന്ന് ശ്രീ ആന്റണി അന്ന് പറഞ്ഞു, 1989. അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ആ യോഗത്തിലെ പ്രസംഗം എന്താ പറയുന്നത്? ശ്രീ ആന്റണി നെഹ്റുവിന്റെ ആശയമാണ് അടുത്ത ലോകത്തെ നയിക്കുക എന്നാണ് പറഞ്ഞത്. നെഹ്റുവിന്റെ എല്ലാ ആശയവും ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. എന്നാൽ നെഹ്റുവിന്റെ ഒരു ആശയം ശരിയാണ്, മുസ്ലിം ലീഗ് ചത്ത കുതിരയാണെന്ന ആശയം അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. SYS സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ലീഗ് വിരുദ്ധത പ്രകടിപ്പിക്കുക. എന്റെ മണ്ഡലം കുന്നമംഗലം നിയോജക മണ്ഡലമാണ്. കുന്നമംഗലത്താണ് ആദ്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രാഷ്ട്രീയ ആശയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഞാൻ ആ സമ്മേളനത്തിൽ ശ്രോതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം അന്നത്തെ മലയാളക്കരയിലെ എല്ലാ പ്രമുഖ പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പോരാത്തതിന് അന്ന് അവിടെ സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും കാന്തപുരത്തിന്റെ ഈ നയപ്രഖ്യാപനത്തെ വിശദീകരിച്ചുകൊണ്ട് ഒരു നയരേഖ അവർ കൈമാറ്റം ചെയ്തിരുന്നു. ആ നയരേഖ ഇന്നും എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞതെന്താണ്? അതിൽ പറഞ്ഞത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ നാം പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നു. ഇബ്രാഹിം സുലൈമാൻ സേട്ടു മുജാഹിദായതുകൊണ്ടല്ല, അപ്പൊ മുജാഹിദാണെന്ന് വരുത്തുകയാണ്. ബനാത് വാല സുന്നി അല്ലാഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന എംപിമാരെന്ന നിലയ്ക്ക് അവരെ പരാജയപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പ്രസംഗിച്ച ആളുകൾ, ഇങ്ങനെ എഴുതിയ ആളുകൾ കൃത്യമായി മുസ്ലിം ലീഗിനോടുള്ള വിരോധത്തെ വ്യക്തിപരമായ നിലപാടിലേക്ക് എത്തുകയും പ്രസ്ഥാനത്തെ വ്യക്തിയാധിഷ്ഠിത തീരുമാനത്തിലേക്ക് കൊണ്ടുപോയ ഒരു രംഗമാണ് നാം കാണുന്നത്. അതിനാണ് സമസ്ത ചോദ്യം ചെയ്തത്. സമസ്ത പറഞ്ഞത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആളുകൾക്ക് പ്രവർത്തിക്കാമെന്നതാണ്. അതുകൊണ്ട് സമസ്ത ഇന്നുവരെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സമസ്ത അതിന്റെ തീരുമാനപ്രകാരം ഇറങ്ങാറില്ല. ആരെങ്കിലും വിജയിച്ചാലോ പരാജയപ്പെട്ടാലോ ആ വിജയത്തെയോ പരാജയത്തെയോ സമസ്ത അവകാശപ്പെടാറുമില്ല. കാരണം സമസ്ത ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ്. ഇവിടുത്തെ മഹല്ലത്തുകളിൽ ഇസ്ലാമികമാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 10,000-കണക്കിന് മതപാഠശാലകളിൽ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വഹാബത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ദീൻ അതേ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ് സമസ്ത ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് അതിന്റെ കാഴ്ചപ്പാടുകൾ, അതിന്റെ നിലപാടുകൾ, അതിന്റെ തീരുമാനങ്ങൾ ഏത് കാലഘട്ടത്തിലും എടുത്തു പരിശോധിച്ചാലും സമൂഹം അംഗീകരിക്കുന്നതും സമൂഹം സ്വീകരിക്കുന്നതും അതിന്റെ ഉലമാക്കളും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഉലമാക്കൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവര് ഇലക്ഷൻ കഴിഞ്ഞു. ഈ ഇലക്ഷൻ സമയത്ത് സമസ്തയുടെ ആസ്ഥാനമാണ് ചേളാരിയിലെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയ്യുന്നതിന്റെ ആസ്ഥാനം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ സമസ്ത ഉലമാക്കളെ കാണാൻ അങ്ങോട്ട് വന്നിട്ടില്ല. സമസ്ത ഉലമാക്കൾ അന്നും ഇന്നും ഇലക്ഷൻ സമയത്തോ അല്ലാത്ത സമയത്തോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വിഷയത്തിൽ നിലപാടുകൾ വിശദീകരിക്കാറില്ല. അതിന്റെ ആവശ്യവും സമസ്തക്കില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പലരെയും അഭിമുഖീകരിക്കുന്ന കാഴ്ചപ്പാടുകൾ നോക്കൂ നിങ്ങൾ. ഏറ്റവും വലിയ തമാശ പറയാൻ, എന്റെ മണ്ഡലം കുന്നമംഗലം നിയോജക മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിദ്ദീഖായിരുന്നു. എക്സിറ്റ് പോൾ പറഞ്ഞത് സിദ്ദീഖ് ജയിക്കുമെന്നായിരുന്നു.
സിദ്ദീഖ് തന്നെ പലരോടും പങ്കുവച്ച സത്യസന്ധമായ ഒരു വാർത്തയാണ്. അഡ്വക്കേറ്റ് സിദ്ദീഖ് എന്ന UDA സ്ഥാനാർത്ഥി അദ്ദേഹം വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ വാർത്തകൾ വന്നിരുന്നു. എക്സിറ്റ് പോൾ പറഞ്ഞ ആ വാർത്ത അദ്ദേഹം ജയിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു കാന്തപുരം മുക്കർ മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാൽ അതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നോക്കൂ, നിങ്ങൾ ദുബായിൽ അദ്ദേഹത്തോട് നിങ്ങൾ മണ്ണാർക്കാട് ശംസുദ്ദീനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ തീരുമാനമെടുത്തിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഞാൻ എടുത്തിരുന്നില്ല, അത് ആ സമയത്തെന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഞാൻ എടുത്ത തീരുമാനം പ്രാസ്ഥാനികമായി നിങ്ങൾ നടപ്പാക്കിയത് കുന്നമംഗലത്തും തിരുവമ്പാടിയിലും കൊടുവള്ളിയിലും ബാലുശ്ശേരിയിലുമാണ് എന്നാണ് അദ്ദേഹം ദുബായിൽ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം കണ്ടുകൊണ്ടാണ് ടി സിദ്ദീഖ് അത്ഭുതപ്പെട്ടു പോകുന്നത്. ടി സിദ്ദീഖിനോട് എക്സിറ്റ് പോൾ ഫലം പ്രകാരം സിദ്ദീഖ് ജയിക്കുമെന്ന വാർത്ത വന്നപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് സിദ്ദീഖിനെ വിളിച്ചു വരുത്തി അദ്ദേഹം ഫോൺ ചെയ്ത് അദ്ദേഹത്തിന് വിജയത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി എന്ന് പറയുകയും അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ദുബായിൽ ആ പരാജയത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത് ആളുകൾ ഉൾക്കൊള്ളുമോ? ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ കഴിയും? ഇത്രമേൽ ഒരു അപഹാസ്യ കഥാപാത്രമായി ഒരു പദപണ്ഡിതൻ മാറുന്നത് എത്രമാത്രം ലജ്ജാകരമാണ്. അതുകൊണ്ടാണ് സമത്വയുടെ കാഴ്ചപ്പാടുകളും അതിന്റെ തീരുമാനങ്ങളും ഏതു കാലഘട്ടത്തിലും വ്യക്തിയാധിഷ്ഠിതമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പൂർവ്വസൂരികളാകുന്ന ഉലമാക്കൾ നോക്കൂ നിങ്ങൾ, അവരെ എന്തുകൊണ്ടാണ് സമൂഹം ബഹുമാനിക്കുന്നത്, സമൂഹം ആദരിക്കുന്നത്? ശംസുൽ ഉലമയാണെങ്കിലും കണിത് ഉസ്താദാണെങ്കിലും വന്ദരായ കോട്ടുമല ഉസ്താദാണെങ്കിലും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദാണെങ്കിലും അവരൊക്കെ എന്തുകൊണ്ടാണ് സമൂഹം സ്വീകരിച്ചത്? അവരെന്തുകൊണ്ടാണ് ആദരിച്ചത്? അവർ പരിശുദ്ധ ഇസ്ലാമിനെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്തു, ആത്മീയമായി സമൂഹത്തിന് നേതൃത്വം നൽകി, മതപരമാകുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ പറഞ്ഞുകൊടുത്തു. അവരെ സമീപിക്കുന്ന സാധാരണക്കാർക്ക് അവരെ ജീവന വിഷയത്തിന് അവർ ഗൈഡായി നിൽക്കുകയും അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മസ്അലാപരമാകുന്ന വിഷയത്തിന് അവർ പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവരെ സമൂഹം വിശ്വസിക്കുന്നത്, അവരെ സമൂഹം ആദരിക്കുന്നത്. എന്നാൽ അതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ആ അധികാരങ്ങൾ തങ്ങൾക്ക് ലഭിക്കണമെന്ന രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്, അതിന് ദുരന്തമാണ് ഇന്ന് ഈ നാട്ടിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ലോക ഇസ്ലാമിക ഭൂപടത്തിലെ മാതൃകാപരമായ ഒരു സൊസൈറ്റി, അന്തസ്സോടെ ജീവിക്കുന്ന, വൃത്തിയോടെ ജീവിക്കുന്ന നിലപാടുകൾ എടുത്തുകൊണ്ട് സമൂഹത്തെ സജ്ജമാക്കി എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു. നോക്കൂ നിങ്ങൾ, ജാമിഅ നൂറിയ അറബിക് കോളേജ് പട്ടിക്കാട്ടെ, നമ്മുടെ പ്രസിദ്ധമായ നമുക്കൊക്കെ ജന്മം നൽകിയ ശൈക്ഷണികമായ ആ കലാലയത്തിന്റെ ഓഫ് ക്യാമ്പസ് അങ്ങകലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥാപിതമാവുകയാണ്. ദാറുൽ ഹുദ എന്ന് പറയുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നോക്കൂ നിങ്ങൾ. ഇവിടെ നമ്മുടെ നാട്ടിൽ ജാർഖണ്ഡിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന് സാധുക്കളായ മുസ്ലിം കുട്ടികൾ പഠിക്കാൻ വന്നപ്പോൾ അവരെ പഠനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ പോലും വകയില്ലാത്ത സാധുക്കൾ ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് പഠിക്കാൻ വന്നപ്പോൾ അതിനെ മനുഷ്യക്കടത്തായി ചിത്രീകരിച്ച ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, ഇവിടുത്തെ മതേതരത്തെ എഴുത്തുകാരെന്ന് പറയുന്ന ആളുകൾ ആ പാവങ്ങളുടെ വിദ്യാഭ്യാസത്തെ പോലും തടഞ്ഞു വെച്ചു. ഇന്ത്യക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരികയല്ല, ഇന്ത്യയിൽപ്പെട്ട വളരെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന്, അവിടെ അത്രമേൽ പിന്നാക്കമായതുകൊണ്ട് സച്ചാർ കമ്മീഷൻ കൃത്യമായി രേഖപ്പെടുത്തിയതുപോലെ 6-7 മൈലുകൾക്കിടയിൽ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനം പോലുമില്ലാത്ത എത്രയോ കുഗ്രാമങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലേ? ഇലക്ട്രിക് ബൾബുകളില്ലാത്ത, കറുത്ത റോഡുകളില്ലാത്ത, ഒരു റോഡിന്റെ ടാറിങ് എവിടെ അവസാനിക്കുന്നുവോ, ചമ്മൺ പാത എവിടെ തുടങ്ങുന്നുവോ, ഇലക്ട്രിക് കാലുകൾ, പോസ്റ്റുകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ മുതൽ ഒരു മുസ്ലിം ഗല്ലി, ഒരു മുസ്ലിം പ്രദേശം ആരംഭിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ, അത്രമേൽ പരിതാപകരമാകുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥിതിയിൽ പിന്നോക്കം നിൽക്കുന്ന ഭൂപ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക്, ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി സൗകര്യമുള്ള നാട്ടിലേക്ക് വന്നപ്പോൾ അതിനെ പോലും തടഞ്ഞു വെച്ചാണ്. എന്നാൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നിരവധി ഓഫ് ക്യാമ്പസുകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കുകയാണ്. കർണാടകയിലുണ്ട്, ബംഗാളിലുണ്ട്, ആസാമിലുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കത്തെ പരിഹരിക്കാൻ മതവിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലും സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നു?
എന്തുകൊണ്ട് നമുക്കിത് സാധിച്ചെടുത്തു? നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് സമത്വ എന്ന് പറയുന്ന പണ്ഡിത സഭയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുകയും കാലിക സമൂഹത്തെ നയിക്കുകയും ചെയ്തു. എന്നാൽ സമസ്തയിൽ പ്രശ്നമുണ്ടാക്കി അതിനെ തകർക്കാൻ രംഗപ്രവേശം ചെയ്ത് 950 പാശ്ചാത്തലം നമുക്കറിയാം. സ്റ്റേജും പേജും കൈയടക്കിയ ആളുകൾ, പ്രഭാഷകന്മാരുടെ കുത്തൊഴുക്കായിരുന്നു അവർക്ക്. എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം. 926 സമസ്ത രൂപീകൃതമാകുമ്പോൾ പ്രഭാഷകരപ്പുറത്താണ്. മലബാർ കണ്ട അനുഗ്രഹീത പ്രഭാഷകനാണ് കെ എം മൗലവി. പ്രമുഖ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. പത്രവും പത്രപ്രവർത്തകരും പ്രഭാഷകരും സംഘാടകരും അപ്പുറത്ത്. എന്നാൽ സമസ്തയുടെ ഉലമാക്കൾ അവരല്ലേ വിജയിച്ചത്, അവരെയല്ലേ കാലം സ്വീകരിച്ചത്. അതുപോലെ 959 പത്രമപ്പുറത്ത്, പ്രസിദ്ധീകരണപ്പുറത്ത്, പ്രഭാഷകരപ്പുറത്ത്. കാലം കറങ്ങിയപ്പോഴോ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകമുടനീളം പ്രസംഗിക്കുന്ന പ്രഭാഷകർ സിംസാർ ഹൂദവി, അദ്ദേഹം കഴിഞ്ഞ റമദാനിൽ 10 ദിവസം ഇംഗ്ലണ്ടിലാണ് പ്രഭാഷണം നടത്തിയത്. SKSFന്റെ കഴിഞ്ഞ ടൈമിൽ ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈലി വാഷിംഗ്ടണിൽ പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അമേരിക്കയിൽ നമ്മൾ പ്രസംഗിക്കുകയാണ്, ലണ്ടനിൽ നമ്മൾ പ്രസംഗിക്കുകയാണ്. ഇന്നും കേരളക്കരയിൽ 10,000 ആളുകൾ ശ്രദ്ധിക്കുന്ന പ്രഭാഷകർ, SKSFന്റെ പ്രഭാഷകർ. നേരത്തെ നോക്കൂ നിങ്ങൾ, ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ വിഴുങ്ങാനെന്ന ധാരണയോടെ കടന്നു വന്ന് ആസൂത്രിതമായി പ്രവർത്തിച്ചു. പ്രസ്ഥാനത്തിനകത്തു കയറി പ്രവർത്തിച്ചു. പ്രസ്ഥാനത്തിന്റെ വേദി ഉപയോഗപ്പെടുത്തി ഇതിനെ ഒന്നിച്ചു വിഴുങ്ങാൻ ശ്രമിച്ചു കടന്നു വന്ന കാലഘട്ടത്തെ അതിജയിച്ച് നാമേറെ മുന്നോട്ട് പോയി 10,000 മഹല്ലത്തിന്റെയും മതപാഠശാലകളുടെയും നേതൃത്വം നമ്മൾ ഏറ്റെടുത്തു. ഇന്ന് സമൂഹം നമ്മുടെ കൂടെ പിന്തുണയുമായി വരികയാണ്. എന്തുകൊണ്ട് നമുക്കിത് പറയാൻ സാധിക്കുന്നു? സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഈ നിലപാടുകൾ വിശദീകരിക്കാൻ സാധിക്കും. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ യോഗത്തിൽ ഉദ്ഘാടകൻ ജബ്ബാർ ഹാജി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളൊക്കെ ആകാംക്ഷവും കാത്തിരിക്കുന്നത് LCD സഹിതമുള്ള പ്രഭാഷണമാണ്. അപ്പൊ ഞാൻ കൂടുതൽ പ്രസംഗിച്ചാൽ ഉദ്ഘാടന പ്രസംഗം അടക്കമുള്ള വിഷയത്തിനൊക്കെ തടസ്സമാകുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നു, ഇതിന്റെ കൊടി പിടിക്കുന്നു മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റെന്തെങ്കിലും ഈഗോകൾക്ക് വേണ്ടിയിട്ടോ വിദ്വേഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ ദീനാണ്. നമ്മുടെ ഉസ്താദുമാർ ഉഖ്റവിയായ ചിന്തയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവർക്ക് വേറൊരു താല്പര്യവുമില്ല. ഹറാമുമായി ബന്ധമില്ലാതെ ഹലാല് കൊണ്ട് മാത്രം ജീവിക്കുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമ്മുടെ മഹാരഥന്മാർക്ക്. ഇപ്പൊ ചെറുശ്ശേരി ഉസ്താദ് വഫാത്തായി നമുക്കറിയാം. നമ്മുടെ നാട്ടുകാരനാണ് ചെറുശ്ശേരി ഉസ്താദ്. അവരെ പറ്റി എന്തൊക്കെ പരിഹാസങ്ങളായിരുന്നു. അദ്ദേഹം എടുക്കുന്ന കള്ളിത്തുണിയെപ്പറ്റി, അദ്ദേഹത്തിന് നീളക്കുപ്പായത്തെപ്പറ്റി, അദ്ദേഹം കൊണ്ടോട്ടി അങ്ങാടിയിൽ മത്തി വാങ്ങുന്നതിനെ പറ്റിയൊക്കെ പരിഹസിച്ച ആളുകൾ. ആ മഹാനുഭാവനെ കേരളക്കര എത്രമേൽ സ്നേഹിച്ചു, എത്രമേൽ ബഹുമാനിച്ചു. ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദ് അവർ വഫാത്തായി. അവരെ സമൂഹം ബഹുമാനിച്ചു. ഇവിടെ അവരെ ബഹുമാനിക്കാൻ കാരണം അവരെ ഭാഷയല്ല, അവരെ വേഷമല്ല, അവരെ സാമ്പത്തിക സ്രോതസ്സല്ല. അവർ അല്ലാഹുവോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നത് സമൂഹം കാണുന്നതുമാണ്. കടുത്ത വേനലിൽ വെള്ളം കിട്ടാൻ, മഴ കിട്ടാൻ ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ സംഘടിപ്പിച്ചു. അതുകൊണ്ട് മഴ കിട്ടും. കുറെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചാൽ മഴ കിട്ടും. ഒരു ക്യാമ്പയിൻ ആചരിച്ചാൽ മഴ കിട്ടുമോ? കിട്ടില്ല. പകരം അല്ലാഹുവോട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ, കനിയത്ത് ദുആ ചെയ്താൽ മഴ കിട്ടിയിട്ടുണ്ട്, ശംസുൽമ ദുആ ചെയ്താൽ മഴ കിട്ടിയിട്ടുണ്ട്. ആ മഴ സമസ്തക്കാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമല്ല, പ്രകൃതിക്ക് മുഴുവനുമാണ്. അതുകൊണ്ട് മതജാതിഭേദമന്യേ ആളുകൾ ആദരിച്ച, ഇവിടുത്തെ പ്രകൃതി സ്നേഹിച്ച ഈ രാജ്യത്തിന്റെ പ്രകൃതിയുടെ യഥാർത്ഥത്തിലുള്ള വരദാനങ്ങളാണ് സമസ്തയുടെ ഉലമാക്കൾ. അവർക്കുള്ള പിന്തുണ സമസ്തയുടെ പിന്തുണയാണ്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നാം നിൽക്കുന്നത്. ഇനിയും അതിന്റെ പ്രചാരകരായി, സംഘാടകരായി, അഭ്യുതകാംക്ഷികളായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.